ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. യുഎഇയിൽ നാളെയും മറ്റന്നാളും മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. തീരപ്രദേശങ്ങളിലും ഉൾപ്രദേശങ്ങളിലും രാവിലെ 9 വരെ മൂടൽമഞ്ഞുണ്ടാകാനും സാധ്യതയുണ്ട്. മഴ, മഞ്ഞ്, പൊടിക്കാറ്റ് തുടങ്ങിയവ ഉള്ളപ്പോൾ ദൂരക്കാഴ്ച കുറയുമെന്നതിനാൽ വാഹനമോടിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും വാഹനങ്ങൾ തമ്മിൽ മതിയായ അകലം പാലിക്കണമെന്ന മുന്നറിയിപ്പുമുണ്ട്. ഈ സമയങ്ങളിൽ അബുദാബി എമിറേറ്റിലെ വേഗപരിധി മണിക്കൂറിൽ 80 കിലോമീറ്ററായി കുറയ്ക്കും. ദൂരക്കാഴ്ച കുറഞ്ഞാൽ റോഡിൽ നിന്നും നിശ്ചിത അകലത്തിലേക്ക് വാഹനം മാറ്റി നിർത്തി ഹസാർഡ് ലൈറ്റ് തെളിയിക്കണമെന്നും അന്തരീക്ഷം തെളിഞ്ഞ ശേഷം മാത്രമേ യാത്ര തുടരാവൂ എന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. അൽ ഐനിലെ റിമ, അബുദാബിയിലെ അൽ വദ്ബ, പടിഞ്ഞാറൻ മേഖലയായ അൽ ദഫ്രയിലെ താലൽ ഷറബ്, ഹമീം, അൽ ഖാത്തീം, അൽ ഖസന എന്നിവിടങ്ങളിൽ മഞ്ഞുവീഴ്ചയുമുണ്ടാകും. അൽ ഐനിലും ഹമീം മേഖലകളിലും മഞ്ഞുവീഴ്ച ശക്തമാകുന്നതിനാൽ റെഡ് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇന്ന് കുറഞ്ഞ താപനില 13 ഡിഗ്രി സെൽഷ്യസും കൂടിയ താപനില 28 ഡിഗ്രി സെൽഷ്യസുമാണ്. കുവൈറ്റിൽ പുതിയ മണി എക്സ്ചേഞ്ച് കമ്പനികൾക്കും അനുബന്ധ സ്ഥാപനങ്ങൾക്കും ലൈസൻസ് നൽകുന്നത് നിർത്തലാക്കാൻ കുവൈറ്റ് വാണിജ്യ വകുപ്പ് തീരുമാനിച്ചു. വാണിജ്യ വ്യവസായ വകുപ്പ് മന്ത്രി ഖലീഫ അൽ അജീലാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. നിലവിലുള്ള മണി എക്സ്ചേഞ്ച് കമ്പനികൾക്കായി സെൻട്രൽ ബാങ്ക് പുതിയ മാർഗനിർദ്ദേശങ്ങളും നൽകി. സെൻട്രൽ ബാങ്ക് വ്യവസ്ഥകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി സത്യവാങ്മൂലം സമർപ്പിക്കണം. ഇതിനായി മാർച്ച് 31 വരെ സമയം അനുവദിച്ചിട്ടുണ്ട്. അതേസമയം പ്രധാന ദേശീയ പരിപാടികളും ആഘോഷങ്ങളും സംഘടിപ്പിക്കുന്നതിന് അംഗീകൃത കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും ലൈസൻസ് നൽകാൻ വാണിജ്യ വ്യവസായ മന്ത്രി അനുമതി നൽകി. 3 മാസമാണ് ലൈസൻസ് കാലാവധി. ഓരോ ലൈസൻസിനും 50,000 ദിനാർ ഫീസ് ഈടാക്കും. ലൈസൻസ് വ്യവസ്ഥകൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ ലൈസൻസ് റദ്ദാക്കാൻ വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന് അധികാരമുണ്ട്. ഡിസംബർ 18 നടക്കുന്ന ഖത്തർ ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി യാത്രക്കാർക്ക് ഇളവുമായി ഖത്തർ എയർവേസ്. എക്കോണമി ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് അടിസ്ഥാന വിലയുടെ 30%, ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്നവർക്ക് ടിക്കറ്റിന്റെ അടിസ്ഥാന വിലയുടെ 20%മാണ് ഇളവ് പ്രഖ്യാപിച്ചത്. പ്രമോഷൻ ഖത്തർ ദേശീയ ദിനമായ ഡിസംബർ 18 വരെ തുടരും. ഈ കാലയളവിൽ ടിക്കറ്റ് വാങ്ങുന്നവർക്ക് മാത്രമാണ് പ്രത്യേക ഇളവ് ലഭിക്കുക. ദേശീയ ദിന ഓഫറിന്റെ ഭാഗമായുള്ള ടിക്കറ്റ് വാങ്ങുന്നവർ 2024 ഡിസംബർ 26 2025 മെയ് 31 ഇടയിൽ യാത്ര ചെയ്തിരിക്കണം. ഓഫറുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും വ്യവസ്ഥകളും അറിയാൻ ഖത്തർ എയർവേസിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കാവുന്നതാണ്. ഖത്തർ ദേശീയ വിമാന കമ്പനി എന്ന നിലയിൽ ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി യാത്രക്കാർക്ക് പ്രത്യേക ഇളവ് പ്രഖ്യാപിക്കുന്നതിൽ അഭിമാനമുണ്ടെന്ന് ഖത്തർ എയർവേസ് അധികൃതർ വ്യക്തമാക്കി. രാജ്യത്തെ തൊഴിൽ നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് മസ്കറ്റ് ഗവർണറേറ്റിൽ കഴിഞ്ഞ മാസം 1551 പ്രവാസികൾ അറസ്റ്റിലായി. ഒമാൻ തൊഴിൽ മന്ത്രാലയം, ലേബർ ഡയറക്ടറേറ്റ് ജോയിന്റ് ഇൻസ്പെക്ഷൻ ടീം, സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസിന്റെ ഇൻസ്പെക്ഷൻ യൂണിറ്റുമായി ചേർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇത്രയും പേർ പിടിയിലായത്. ജോലി ഉപേക്ഷിച്ചവരും താമസ കാലാവധി അവസാനിച്ചവരുമായ 1270 പേർ, തൊഴിലുടമകളല്ലാത്തവർക്ക് വേണ്ടി ജോലി ചെയ്ത 69 പേർ, ആവശ്യമായ ലൈസൻസുകളില്ലാതെ നിയന്ത്രിത തൊഴിലുകളിൽ ഏർപ്പെട്ടിരുന്ന 148 പേർ, സ്വന്തം നിലയിൽ ജോലി ചെയ്ത 64 പേർ എന്നിവരെയാണ് പിടികൂടിയത്. ഇവരിൽ 518 തൊഴിൽ ലംഘന കേസുകൾ പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറിയതായും മന്ത്രാലയം അറിയിച്ചു. അതേസമയം തൊഴിൽ നിയമ ലംഘകരെ കണ്ടെത്തുന്നതിന് പരിശോധന അധികൃതർ വ്യാപിപ്പിച്ചിട്ടുണ്ട്. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി സർവീസസുമായി സഹകരിച്ചാണ് തൊഴിൽ മന്ത്രാലയം പരിശോധന നടത്തുന്നത്. തൊഴിൽ വിപണി നിയന്ത്രിക്കുന്നതിനുള്ള വിഷൻ 2040ന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള പരിശോധനകൾ രാജ്യത്ത് നടത്തുന്നത്. അത്യാവശ്യ അറ്റകുറ്റപ്പണികൾക്കായി ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ അൽ നഹ്യാൻ റോഡ് ഭാഗികമായി അടച്ചതായി കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. സാൽമിയയിൽ നിന്നും ജഹ്റയിലേക്കുള്ള ഗതാഗതത്തിനായി ഉപയോഗിക്കുന്ന 2 ലൈനുകളാണ് അറ്റകുറ്റപ്പണികൾക്കായി താൽക്കാലികമായി അടച്ചിടുന്നത്. 2024 ഡിസംബർ 8 ഞായറാഴ്ച മുതൽ ഡിസംബർ 11 ബുധനാഴ്ച വരെയുള്ള 4 ദിവസങ്ങളിലാണ് 2 പാതകളും അടച്ചിടുക. അർദ്ധരാത്രി, രാത്രി 12 മണി മുതൽ രാവിലെ 5 മണി വരെയുള്ള സമയങ്ങളിൽ മാത്രമേ റോഡ് അടച്ചിടുകയുള്ളൂ എന്നും അധികൃതർ വ്യക്തമാക്കി.
ഈ സമയങ്ങളിൽ ഇതുവഴിയുള്ള ഗതാഗതം അനുവദിക്കുകയില്ലെന്ന് യാത്രക്കാരെ ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഫിഫ്ത്ത് റിംഗ് റോഡിൽ ഷേഖ് സായിദ് റോഡിന്റെയും എയർപോർട്ട് റോഡിന്റെയും കവല മുതലാണ് അടച്ചുപൂട്ടൽ ആരംഭിക്കുക. അടച്ചിടൽ സമയങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കാലതാമസം ഒഴിവാക്കാൻ പകരം റൂട്ടുകൾ ആസൂത്രണം ചെയ്യുന്നതായിരിക്കും നല്ലതെന്ന് യാത്രക്കാരോട് മന്ത്രാലയം നിർദ്ദേശിച്ചു. അറ്റകുറ്റപ്പണികളുടെ വിജയം ഉറപ്പാക്കാൻ പൊതുജന സഹകരണത്തിന്റെ പ്രാധാന്യം ആഭ്യന്തര മന്ത്രാലയം ഒരു ഔദ്യോഗിക പ്രസ്താവനയിൽ എടുത്തു പറഞ്ഞു. അപ്പോഴുള്ള ട്രാഫിക് അറിയിപ്പുകളെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്യാനും ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാനും വാഹനമോടിക്കുന്നവർ ശ്രദ്ധിക്കണമെന്നും അനിവാര്യമായ സന്ദർഭങ്ങളിൽ പകരം റൂട്ടുകൾ തെരഞ്ഞെടുക്കാനും അധികൃതർ നിർദ്ദേശിച്ചു. UAE-യിൽ കുടുംബത്തിനായി പുതിയ മന്ത്രാലയം രൂപീകരിക്കുമെന്ന് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ഞായറാഴ്ച പ്രഖ്യാപിച്ചു. പുതിയ വകുപ്പിന്റെ മന്ത്രിയായി സന സുഹൈലിനെ തെരഞ്ഞെടുത്തു. കുടുംബം ഒരു ദേശീയ മുൻഗണനയാണെന്നും പുരോഗതിയുടെ ഭാഗമാണെന്നും രാജ്യത്തിന്റെ ഭാവിയുടെ ഉറപ്പാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സർക്കാരിന്റെ വിവിധ വകുപ്പുകളിൽ പ്രവർത്തിച്ച് പരിചയമുള്ള സന സുഹൈൽ കുട്ടികൾ, സ്ത്രീകൾ, ഭിന്നശേഷിക്കാർ തുടങ്ങിയ വിവിധ വിഭാഗങ്ങളുടെ ശാക്തീകരണത്തിനായി സജീവമായി രംഗത്തുള്ള വ്യക്തിയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിസ സേവനം താൽക്കാലികമായി നിർത്തിവച്ചതായി കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അതുവഴി മൊത്തത്തിലുള്ള സന്ദർശക അനുഭവം മികച്ചതാക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ളതാണ് നടപടിയെന്ന് അധികൃതർ അറിയിച്ചു. ഇതോടെ കുവൈറ്റിലേക്ക് വരുന്നതിനു മുമ്പ് വിസ ലഭിക്കുന്നതിന് നേരത്തെ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചിരുന്ന 53 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരെ ഈ തീരുമാനം ദോഷകരമായി ബാധിക്കും. വിസ സംവിധാനം നവീകരിക്കുന്നതിനുള്ള വിപുലമായ പദ്ധതിയുടെ ഭാഗമായാണ് സസ്പെൻഷൻ നടപടിയെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. അതേസമയം താൽക്കാലികമായാണ് വിസ സംവിധാനം നിർത്തിവച്ചതെങ്കിലും ഈ സേവനം പുനരാരംഭിക്കുന്നതിന് പ്രത്യേക സമയക്രമം നിശ്ചയിച്ചിട്ടില്ല. എന്നാൽ സസ്പെൻഷൻ കാലയളവിൽ ഇതര വിസ ഓപ്ഷനുകൾ ലഭ്യമാണെന്ന് മന്ത്രാലയം സന്ദർശകർക്ക് ഉറപ്പു നൽകി. ആൻഡോറ, ഓസ്ട്രേലിയ, ഓസ്ട്രിയ, ബെൽജിയം, ഭൂട്ടാൻ, ബ്രൂണൈ, ബൾഗേറിയ, കംബോഡിയ, കാനഡ, ക്രൊയേഷ്യ, സൈപ്രസ്, ചെക്ക് റിപ്പബ്ലിക്, ഡെൻമാർക്ക്, എസ്റ്റോണിയ, ഫിൻലാൻഡ്, ഫ്രാൻസ്, ജോർജിയ, ജർമ്മനി, ഗ്രീസ്, ഹോങ്കോങ്, ഹംഗറി, ഐസ്ലാൻഡ്, അയർലൻഡ്, ഇറ്റലി, ജപ്പാൻ, ലാവോസ്, ലാത്വിയ, ലിച്ചൻസ്റ്റീൻ, ലിത്വാനിയ, ലക്സംബർഗ്, മലേഷ്യ, മാൾട്ട, മൊണാക്കോ, നെതർലാൻഡ്സ്, ന്യൂസിലാൻഡ്, നോർവേ, പോളണ്ട്, പോർച്ചുഗൽ, റൊമാനിയ, സാൻ മറീനോ, സെർബിയ, സിംഗപ്പൂർ, സ്ലോവാക്യ, സ്ലൊവേനിയ, ദക്ഷിണ കൊറിയ, സ്പെയിൻ, സ്വീഡൻ, സ്വിറ്റ്സർലാൻഡ്, തുർക്കി, ഉക്രൈൻ, യുണൈറ്റഡ് കിങ്ഡം, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, വത്തിക്കാൻ എന്നീ 53 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരെ ഈ താൽക്കാലിക വിസ സസ്പെൻഷൻ നടപടി ബാധിക്കും. വിസ സസ്പെൻഷൻ കാലയളവിൽ ഈ രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്ക് കുവൈറ്റ് മുന്നോട്ട് വയ്ക്കുന്ന മറ്റ് വിസ ഓപ്ഷനുകൾ ഉപയോഗപ്പെടുത്താമെന്ന് അധികൃതർ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.